പല ആണുങ്ങളുടെയും ആവശ്യമാണ് കണ്ട മാത്രയിലെ പ്രണയം. അതെങ്ങനെ സഫലീകരിക്കാം, എങ്ങനെ നമുക്ക് തുറന്നു പറയാം? ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് പ്രോപ്പർ ഐ കോണ്ടാക്റ്റ് ആണ്. പ്രോപ്പറായിട്ടുള്ള ഐ കോണ്ടാക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 70 തൊട്ട് 80% വരേക്കും ഒരു ഐ കോണ്ടാക്റ്റ് ഉണ്ടായാൽ മതി. അല്ലാതെ നമ്മളിങ്ങനെ തുറിച്ച് നോക്കിയിട്ട് ഈ സിനിമയിലൊക്കെ വില്ലന്മാർ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഒരു കാഴ്ചപ്പാടിലൂടെ ഒരിക്കലും നോക്കരുത്. വളരെ സിമ്പിളായിട്ടുള്ള ജസ്റ്റ് ഒരു 70% നോട്ടം മതി. നമ്മളൊരു തുറച്ചു നോട്ടം എന്ന് പറയുന്ന ഒരു 100% നോട്ടത്തിലേക്ക് അത് ഒരിക്കലും പോകരുത്. അതായത് വിയേഡായിട്ടുള്ള ഒരു നോട്ടം ആകരുത് എന്നാണ് പറയണത്. അതായത് നീ എന്നെ ശ്രദ്ധിക്കുന്നു, നിനക്ക് എന്നിൽ എന്തോ ഒരു ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ എനിക്കും നിന്നിൽ ഒരു ചെറിയ ഇൻട്രസ്റ്റ്, ഒരു താല്പര്യം ഉണ്ട് എന്ന് മാത്രമേ ആ നോട്ടത്തിൽ നിന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകാവൂ. അല്ലാതെ തുറച്ചു നോക്കിയിട്ട് ആ പെൺകുട്ടിയെ നിങ്ങൾ പേടിപ്പിക്കാൻ നിൽക്കരുത്, വെറുപ്പിക്കാൻ നിൽക്കരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്മൈലാണ്. സ്മൈൽ എന്ന് പറയുന്ന സമയത്തും ഈ പറയണ പോലെ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു 70-80% മാത്രം സ്മൈൽ ചെന്നാൽ മതി. എന്ന് വെച്ചാൽ വളരെ കാഷ്വലായിട്ടുള്ള ഒരു സ്മൈൽ. വെറുപ്പിച്ച് പല്ല് കാണിച്ചിട്ടുള്ള അത്തരം ചിരിയൊന്നും വേണ്ട. അങ്ങനെ ചിരിക്കുമ്പോൾ മറ്റുള്ള ആണുങ്ങളെ പോലെ മറ്റുള്ള ആണുങ്ങൾ എങ്ങനെയാണോ ആ പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ സ്റ്റെപ്പുകൾ എടുക്കുന്നത്, അതിൽ നിങ്ങൾ ഒരാളായി, അത്രയേ ഉള്ളൂ. അങ്ങനെ ആകരുത്. മറ്റുള്ളവരെ പോലെ ആകാതിരിക്കാനാണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നെ നോക്കുന്നു എന്ന് പറയുമ്പോൾ ആ നോട്ടത്തിന് ഞാൻ എന്ന് തിരിച്ച് റിയാക്ട് ചെയ്യുന്നു. എനിക്കും ഉള്ളിൽ ഒരു താല്പര്യം, ഒരു ഇഷ്ടം ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് അറിയിക്കുക മാത്രമാണ് ആ ചിരിൻ്റെ ഉദ്ദേശം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിരി. ആ ചിരിക്ക് ഒരുപാട് പവർ ഉണ്ട്. ഒരുപാട് കൂടിപ്പോയാൽ ആ പവർ ചിലപ്പോൾ നഷ്ടപ്പെടും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്രോച്ചാണ്. പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അതായത് വൺ വേ ലവ് ആയിട്ട് തന്നെ അവസാനിക്കുന്ന പല പ്രണയങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതായത് ഒരു ദിവസമായിരിക്കില്ല, ഒരാഴ്ച ആയിരിക്കില്ല, മാസങ്ങളായിരിക്കും, ചിലപ്പോൾ വർഷങ്ങളായിരിക്കും, തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു പ്രണയമോ അങ്ങനത്തെ ഒരു താല്പര്യമോ ആകരുത്. ഉള്ള കാര്യം തുറന്നു പറയാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത ഒരു മണുണാഞ്ചനാണ്, ഒരു മണ്ണുണ്ണിയാണ്, ഒരു ആണത്തമില്ലാത്തവനാണ് എന്നൊക്കെ ചിന്തിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇതൊന്നും ചിന്തിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത്. പറഞ്ഞു വരുന്നത് ഒരുപാട് ഡിലേ ആക്കാതെ, ഒരുപാട് ലേറ്റ് ആക്കാതെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം സമയം ആർക്ക് വേണ്ടിയിട്ടും കാത്തു നിൽക്കുന്നില്ല, വെയിറ്റ് ചെയ്യുന്നില്ല, അത് പൊക്കോണ്ടേയിരിക്കും. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കോൺവെർസേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സാധാ ഒരു കോംപ്ലിമെൻറ്റ്, ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു കോംപ്ലിമെൻറ്റ്, നൈസ് ഹെയർ, നൈസ് സ്മൈലിംഗ്. അതിൽ കൂടുതൽ നമ്മൾ ഓവറായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പോകരുത്. യു ആർ ലുക്ക് ലൈക്ക് ആൻ ഏഞ്ചൽ എന്നുള്ള ലെവലിലേക്ക്, ഒരു ദേവതയെ പോലെ ഇരിക്കുന്നു, ഒരു ദേവിയെ പോലെ ഇരിക്കുന്നു, അപ്സരസിനെ പോലെ ഇരിക്കുന്നു, അങ്ങനെയൊന്നും പറയാൻ പോകരുത്. അതൊക്കെ ഓവർ കോംപ്ലിമെൻ്റ് ആണ്. വളരെ കാഷ്വലായിരിക്കണം കോംപ്ലിമെൻറ്റും. ചിന്തിക്കുമ്പോൾ മനസ്സിലാകേണ്ട ഒന്നായിരിക്കണം കോംപ്ലിമെൻറ്റ്. എല്ലാ കോഴികളും പൂവാലന്മാരും പച്ചയ്ക്ക് പറയുന്ന പോലെ ആകരുത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ്. ഇതാണ് കണ്ട മാത്രയിലെ പ്രണയം പറയാനുള്ള ഒരു എളുപ്പവഴി. ഇതും നേരത്തെ പറഞ്ഞ പോലെ ആ വ്യക്തിക്ക് നമ്മളോടൊരു താല്പര്യം, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം വർക്കാകുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും.